ആമയും മുയലും. ആമച്ചേട്ടനായിരുന്നോ? ഞാൻ ഓർത്ത് പാറയായിരിക്കുമെന്ന്. മുയലച്ചാരെ, ഇത്ര വേഗത്തിൽ എവിടെ പോകുന്നു? പുഴക്കര വരെ. ആണോ? ഞാനും പുഴക്കരയിലോട്ടാ. ചേട്ടന്റെ കൂടെ ഇങ്ങനെ പതിയെ നടന്നാൽ എപ്പോഴെത്താനാ? എന്നെ അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. എനിക്കും വേഗത്തിൽ എത്തുവാൻ കഴിയും. ഒന്ന് പോ ചേട്ടാ, വെറുതെ തമാശ പറയാതെ. എന്നാലൊന്ന് ശ്രമിച്ചിട്ട് തന്നെ കാര്യം. നമുക്കൊരു പന്തയം വെച്ചാലോ? അത് വേണോ? നടത്തിക്കളയാം. അപ്പോഴേക്കും ഓടിയോ? കൊള്ളാമല്ലോ. എന്നാൽ ഇതൊന്ന് കണ്ടിട്ട് തന്നെ. പുഴക്കരയിൽ പോയിരിക്കാം. ആമച്ചേട്ടൻ വരാൻ വൈകും. കുറച്ച് സമയം വിശ്രമിക്കാം. ആമച്ചേട്ടൻ വരുന്നതിന് മുമ്പ് പോയേക്കാം. ആഹാ, ആമച്ചേട്ടനാണല്ലോ ആദ്യം എത്തിയത്. എവിടെ മുയലച്ചാർ? എന്നോട് ക്ഷമിക്കൂ ആമച്ചേട്ടാ, എല്ലാം എൻ്റെ അഹങ്കാരം മൂലമാണ്. ആരും സ്വന്തം കഴിവിൽ അഹങ്കരിക്കരുത്. ആരെയും ചെറുതായി കാണുകയും ചെയ്യരുത്. മനസ്സിലായോ? അടുത്ത കഥ കേട്ടാലോ? വേട്ടക്കാരനും 4 സുഹൃത്തുക്കളും. പണ്ട് ഒരു കാട്ടിൽ 4 സുഹൃത്തുക്കൾ വസിച്ചിരുന്നു. കാക്ക, മാൻ, ആമ, ചുണ്ടലി എന്നിവരായിരുന്നു ആ 4 സുഹൃത്തുക്കൾ. അവർ എന്നും വൈകുന്നേരം കാട്ടിലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടുമായിരുന്നു. പരസ്പര വിശേഷങ്ങൾ പങ്കുവച്ചും തമാശകൾ പറഞ്ഞും അവർ സമയം ചെലവഴിച്ചു. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ദിവസവും അവർ ഇതിനായി സമയം മാറ്റിവെച്ചു. അതിനൊരു മുടക്കവും വരുത്തിയിരുന്നില്ല. അങ്ങനെ അവർ പരസ്പരം സ്നേഹിച്ച് ആ കാട്ടിൽ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പതിവ് പോലെ അവർ ആ മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടി. എന്നാൽ മാൻ മാത്രം അവിടെ എത്തിയില്ല. അവർ മാനിനെയും പ്രതീക്ഷിച്ച് ഒരുപാട് നേരം അവിടെ നിന്നു. സമയം വൈകുന്തോറും തങ്ങളുടെ സുഹൃത്തിന് എന്തെങ്കിലും അപകടം ഉണ്ടായോ എന്നവർ ഭയന്നു. അപ്പോൾ കാക്ക പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം. പറന്നുപോയി കാട്ടിലൊക്കെ മാനിനെ അന്വേഷിച്ചിട്ട് വരാം. തീർച്ചയായും അവന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇതും പറഞ്ഞ് കാക്ക പറന്നുപോയി. എന്നിട്ട് അവൻ ആ കാട് മുഴുവൻ മാനിനെ അന്വേഷിച്ചു. അപ്പോൾ അതാ കുറ്റിക്കാട്ടിൽ ഒരു വേടൻ വിരിച്ച വലയിൽ കുടുങ്ങിയ നിലയിൽ കാക്ക മാനിനെ കണ്ടു. കാക്കയെ കണ്ടതും മാൻ പറഞ്ഞു, സുഹൃത്തെ, എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷിക്കൂ. വേടൻ ഏതു നിമിഷവും ഇവിടെ വരാം. അതിനു മുൻപ് ഏതു വിധേനയും എന്നെ ഈ വലയിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കണം. ഇത് കേട്ടതും കാക്ക പറഞ്ഞു, സുഹൃത്തെ, നീ പേടിക്കാതിരിക്കൂ. ഞാൻ പോയി മറ്റുള്ളവരോട് വിവരം അറിയിക്കട്ടെ. ഉറപ്പായും നിന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ ഒരു ഉപായവുമായി ഞാൻ മടങ്ങി വരുന്നതാണ്. ഇതും പറഞ്ഞ് കാക്ക പറന്നുപോയി തന്റെ സുഹൃത്തുക്കളോട് നടന്ന സംഭവം വിവരിച്ചു. ഇത് കേട്ടുകൊണ്ടിരുന്ന ചുണ്ടലി ഉടനെ കാക്കയോട് പറഞ്ഞു, സുഹൃത്തെ, എത്രയും വേഗം മാൻ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലം ഏതാണെന്ന് പറയൂ. ഞാൻ അവിടെ എത്തി
ആ വലയുടെ കണ്ണികൾ കടിച്ചു മുറിച്ച് മാനിനെ വലയിൽ നിന്നും രക്ഷിക്കുന്നതായിരിക്കും. ഇത് കേട്ടതും കാക്ക എലിയോട് പറഞ്ഞു, മാൻ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലം ഇവിടെ നിന്നും അല്പം അകലെയാണ്. നീ അവിടെ എത്തുമ്പോഴേക്കും വേടൻ വന്ന് മാനിനെ കൊണ്ടുപോയിരിക്കും. അപ്പോൾ ആമ കാക്കയോട് പറഞ്ഞു, നീ പറയുന്നത് ശരിയാണ്. നമ്മുടെ പക്കൽ അത്രയും സമയമില്ല. ഒരു കാര്യം ചെയ്യൂ, എത്രയും വേഗം എലിയെ നിന്റെ പുറത്തു കയറ്റി അവിടേക്ക് കൊണ്ടുപോകൂ. ഞാൻ പുറകെ വന്നുകൊള്ളാം. ഇത് കേട്ടതും കാക്ക പറഞ്ഞു, ഇത് തീർച്ചയായും നല്ല ആശയമാണ്. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഉടൻ തന്നെ കാക്ക ചുണ്ടലിയെയും തന്റെ പുറത്തു കയറ്റി മാനിന്റെ അടുത്തേക്ക് പറന്നു. തന്റെ സുഹൃത്തുക്കളെ കണ്ട മാനിന് വളരെയധികം സന്തോഷം തോന്നി. ചുണ്ടലി ഒട്ടും സമയം കളയാതെ വലക്കണ്ണികൾ ഓരോന്നായി മുറിക്കാൻ തുടങ്ങി. കാക്ക വേടൻ വരുന്നുണ്ടോ എന്ന് നോക്കാനായി പറന്ന് മരക്കൊമ്പിൽ പോയിരുന്നു. അപ്പോഴേക്കും ആമയും അവിടെ ഇഴഞ്ഞെത്തി കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് എലി വലക്കണ്ണികൾ കടിച്ചു മുറിച്ച് മാനിനെ സ്വതന്ത്രമാക്കി. അപ്പോഴായിരുന്നു വേടന്റെ വരവ്. വേടൻ വരുന്നത് കണ്ട കാക്ക സുഹൃത്തുക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. ദൂരെയുള്ള മരക്കൊമ്പിൽ ഒളിച്ചു. മാൻ ഓടി അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചു. എലി അടുത്തു കണ്ട ഒരു മാളത്തിലും ഒളിച്ചു. എന്നാൽ പാവം ആമയ്ക്ക് പതിയെ ഇഴഞ്ഞു നീങ്ങാനേ കഴിഞ്ഞുള്ളൂ. മാനിനെ വലവിരിച്ചിടത്തിനടുത്ത് എത്തിയ വേടൻ പൊട്ടിക്കിടക്കുന്ന വല കണ്ടു ഞെട്ടി. അപ്പോൾ വേടൻ പറഞ്ഞു, ഇതെങ്ങനെ സംഭവിച്ചു? ഇത്രയും വലിയ വല എങ്ങനെയാണ് ഒരു മാൻ പൊട്ടിച്ചത് എന്ന് വെറും കൈയോടെ മടങ്ങേണ്ടി വരുമല്ലോ. അപ്പോഴാണ് പതിയെ ഇഴഞ്ഞു നീങ്ങുന്ന ആമ വേടന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആമയെ കണ്ട വേടന് സന്തോഷമായി. അപ്പോൾ വേടൻ മനസ്സിൽ കരുതി, മാനിനെ കിട്ടിയില്ലെങ്കിൽ എന്താ, ഇന്നത്തേക്ക് ആമയെ കിട്ടിയല്ലോ. തൽക്കാലം ഇന്ന് ആമയെ കൊണ്ട് തൃപ്തിപ്പെടാം. അങ്ങനെ വേടൻ ആമയെ പിടിച്ച് തന്റെ കയ്യിൽ കരുതിയ സഞ്ചിയിലിട്ടു. അതിനെയും കൊണ്ട് യാത്രയായി. ആമയെ വേടൻ കൊണ്ടുപോകുന്നത് കണ്ട ആ സുഹൃത്തുക്കൾ വളരെയധികം വിഷമിച്ചു. ആമയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ കാക്ക വേടനെ പിന്തുടർന്നു. കുറേയധികം യാത്ര ചെയ്തപ്പോൾ പാവം വേടൻ ക്ഷീണിതനായി. അവൻ ഒരു തടാകത്തിന്റെ കരയിൽ വിശ്രമിക്കാനായി സഞ്ചിയും താഴെ വെച്ച് കിടന്നു. ഈ സമയം കാക്ക പറന്നു ചെന്ന് തന്റെ സുഹൃത്തുക്കളെ വിവരം അറിയിക്കുകയും ആമയെ രക്ഷിക്കാൻ അവർ ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. ആ പദ്ധതി പ്രകാരം മാൻ തടാകത്തിന് കുറച്ച് അകലെയായി ചത്തതുപോലെ കിടന്നു. എലി അടുത്തുള്ള മരപ്പൊത്തിൽ ഒളിച്ചിരുന്നു. കാക്ക മാനിന്റെ അടുത്തായി ഒരു മരക്കൊമ്പിലും ഇരുന്നു. ക്ഷീണം തീർത്തു എണീറ്റ വേടൻ കുറച്ചകലെയായി കിടക്കുന്ന മാനിനെ കണ്ടു. അയാൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അയാൾ പതിയെ പതിയെ മാൻ കിടന്നിടത്തേക്ക് പോയി. ആ സമയം എലി ആമയെ വെച്ചിരുന്ന സഞ്ചി കടിച്ചു മുറിക്കാൻ തുടങ്ങി. വേടൻ അടുത്തെത്താറായതും കാക്ക മരക്കൊമ്പിൽ നിന്നും പറന്നുയർന്ന് മാനിനെ വേടന്റെ അടുത്ത് എത്തിയതിന്റെ സൂചന നൽകി. അവൻ ഉടനെ തന്നെ എണീറ്റ് പതിയെ ഓടാൻ തുടങ്ങി. വേടനും പുറകെ ഓടി. ആമയ്ക്ക് ഇഴഞ്ഞ് രക്ഷപ്പെടാനുള്ള സമയം ഉണ്ടാക്കി കൊടുക്കാനാണ് മാൻ ഇപ്രകാരം ചെയ്തത്. സഞ്ചിയിൽ നിന്നും പുറത്തിറങ്ങിയ ആമ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചു. ആമ രക്ഷപ്പെട്ടു എന്നുറപ്പായപ്പോൾ മാൻ തന്റെ ഓട്ടത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു. അവൻ ഉൾക്കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഇനി മാനിന്റെ പുറകെ ഓടിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ വേടൻ തിരികെ തന്റെ സഞ്ചി ഇരുന്നിടത്ത് എത്തി. അവിടെ കടിച്ചു മുറിക്കപ്പെട്ട വെറും സഞ്ചിയാണ് വേടൻ കണ്ടത്. അവൻ ചുറ്റും നോക്കി. ആമയെ അവിടെ എങ്ങും കണ്ടില്ല. വേടൻ നിരാശയോടെ പറഞ്ഞു, ആദ്യം മാനിനായി വലവിരിച്ചു, അതിനെ കിട്ടിയില്ല. പകരം ഒരു ആമയാണ് കിട്ടിയത്. എന്നാൽ ഇപ്പോൾ കയ്യിൽ കിട്ടിയ ആമയും നഷ്ടപ്പെട്ടു. അപ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു. മറ്റൊരു വഴിയുമില്ലാതെ ഒഴിഞ്ഞ സഞ്ചിയുമായി വേടനെ തന്റെ വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. അങ്ങനെ ആ 4 സുഹൃത്തുക്കളും വേടന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. വീണ്ടും പഴയതുപോലെ അവർ എന്നും വൈകുന്നേരങ്ങളിൽ ആ മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടുകയും സ്നേഹത്തോടെ ഒരുപാട് കാലം ആ കാട്ടിൽ കഴിയുകയും ചെയ്തു. അടുത്ത കഥ കേട്ടാലോ? കുറുക്കനും ആടും. പണ്ട് ഒരു കാട്ടിൽ ഒരു കുറുക്കൻ വസിച്ചിരുന്നു. ഒരു ദിവസം കുറുക്കൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. കുറച്ച് നടന്നപ്പോൾ കുറുക്കന് നല്ല ദാഹം തോന്നി. കുറുക്കൻ ഉടൻ തന്നെ അടുത്ത് കണ്ട ഒരു ആഴം കുറഞ്ഞ കിണറ്റിൽ വെള്ളം കുടിക്കാനായി ഇറങ്ങി. തനിക്ക് മതിയാവോളം വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ച് തിരിച്ചു പോകാൻ ഒരുങ്ങിയ കുറുക്കൻ ആകെ വിഷമിച്ചു. അവന് കിണറ്റിൽ നിന്നും തിരിച്ചു കയറാൻ സാധിക്കുന്നില്ല. ആ കിണറ്റിൽ നിന്നും കയറാൻ
പടവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല വഴുക്കലുള്ളത് കാരണം പിടിച്ചു കയറാനും കുറുക്കന് കഴിഞ്ഞില്ല. കുറുക്കൻ മനസ്സിൽ കരുതി, ഇനി ഞാൻ എങ്ങനെയാണ് ഈ കിണറ്റിൽ നിന്നും കരയിൽ കയറുന്നത്? തിരിച്ചു കരയിൽ കയറാനായി പടവുകളോ പിടിച്ചു കയറാൻ ഒരു ചെടിയുടെ വള്ളിയോ പോലും ഇവിടെ എങ്ങും കാണാനില്ല. ഏതു വിധേനയും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാകും. കുറുക്കൻ അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ഒരു ആട് അതുവഴി വന്നത്. കുറുക്കൻ കിണറ്റിൽ നിന്നും കയറാൻ കഴിയാതെ നിൽക്കുകയാണെന്ന് അറിയാതെ ആട് കുറുക്കനോട് ചോദിച്ചു, സുഹൃത്തെ, ഈ കിണറ്റിലെ വെള്ളം കുടിക്കാൻ കൊള്ളാവുന്നതാണോ? ആടിന്റെ ചോദ്യം കേട്ടതും കുറുക്കന് അവിടെ നിന്നും രക്ഷപ്പെടാനായി ഒരു ഉപായം തോന്നി. അവൻ ഉത്സാഹത്തോടെ മറുപടി പറഞ്ഞു, ഞാൻ ഇന്ന് വരെ കുടിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല വെള്ളമാണ് ഈ കിണറ്റിലേത്. നീ ഇവിടെ ഇറങ്ങി വെള്ളം കുടിച്ചു നോക്കൂ. കുറുക്കന്റെ മറുപടി കേട്ട ആട് മറ്റൊന്നും നോക്കാതെ കിണറ്റിലേക്ക് ഇറങ്ങി. ആട് കിണറ്റിലേക്ക് ഇറങ്ങിയതും കുറുക്കൻ ഉടൻ തന്നെ ആടിന്റെ പുറത്ത് ചവിട്ടി കരയിൽ കയറി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാത്ത ആട് അത്ഭുതത്തോടെ കുറുക്കനെ നോക്കി. എന്നാൽ കുറുക്കൻ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നതാണ് ആട് കണ്ടത്. അധികം വൈകുന്നതിന് മുൻപ് തന്നെ കുറുക്കന്റെ സന്തോഷത്തിന്റെ കാരണം ആടിന് മനസ്സിലായി. ആട് മനസ്സിൽ കരുതി, ഞാൻ എന്തൊരു മണ്ടനാണ്. കുറുക്കൻ പറഞ്ഞത് വിശ്വസിച്ച് മറ്റൊന്നും നോക്കാതെ ഈ കിണറ്റിൽ ഇറങ്ങി. ഇനി എങ്ങനെയാണ് ഞാൻ കരയിൽ കയറുന്നത്? ആട് വിഷമത്തോടെ കുറുക്കനോട് ചോദിച്ചു, നീ എന്തിനാണ് എന്നെ പറ്റിച്ചത്? ഈ കിണറ്റിൽ നിന്നും തിരിച്ചു കയറാൻ പടവുകളൊന്നും ഇല്ലെന്ന് എന്തിനാണ് എന്നിൽ നിന്നും മറച്ചു വെച്ചത്? ഇത് കേട്ടതും കൂസലില്ലാതെ കുറുക്കൻ പറഞ്ഞു, ഞാൻ എന്തിനാണ് പറയുന്നത്? നിനക്ക് കിണറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തിരിച്ചു കയറാൻ പറ്റുമോ എന്ന് നോക്കാമായിരുന്നില്ലേ? ഉടൻ തന്നെ ആട് പറഞ്ഞു, ഞാൻ നിന്നെ നല്ലൊരു സുഹൃത്തിനെ പോലെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ നീ പറഞ്ഞത് വിശ്വസിച്ചു. ദയവായി എന്നെ ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. ഇത് കേട്ടതും കുറുക്കൻ ആടിനോട് പറഞ്ഞു, നീ ഒരു പരിചയമില്ലാതെ എന്നെ എന്തിനാണ് വിശ്വസിച്ചത്? എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. എനിക്ക് നിന്നെ രക്ഷിക്കാനൊന്നും സമയമില്ല. നിനക്ക് കഴിയുമെങ്കിൽ സ്വയം രക്ഷപ്പെടൂ. ഇത് പറഞ്ഞ് കുറുക്കൻ അവിടെ നിന്നും ഓടിപ്പോയി. പാവം ആടാകട്ടെ എന്തു ചെയ്യണമെന്നറിയാതെ ആ കിണറ്റിൽ തന്നെ നിന്നു. കുട്ടികളെ, ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് മനസ്സിലായോ? ഒന്നും ആലോചിക്കാതെ അന്ധമായി ഒരു പ്രവൃത്തിയും ചെയ്യരുത്. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥ ലൈക്ക് ചെയ്യുകയും ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഒരു നല്ല കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.